ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. യെസ് സാർ, നമ്മളേതായാലും ഒരു സെപ്റ്റംബർ സീരീസിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ആഴ്ചയിൽ ഒരു നല്ല ട്രേഡിംഗ് ദിവസവും നല്ല ഒരു ട്രേഡിംഗ് വീക്കും ആയിരിക്കട്ടെ എന്നുള്ള ആശംസിക്കുന്നു. ഏതായാലും നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ, ചരിത്രപരമായ തീരുമാനങ്ങൾ സ്വാധീനിച്ച ഒരു വീക്കാണ് കടന്നു പോയത്. അതോടൊപ്പം തന്നെ കൂടുതലും നമ്മൾ ഓഗസ്റ്റ് മന്ത് സീരീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭേദപ്പെട്ട പെർഫോമൻസ് ആയിരുന്നില്ല ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി താരിഫിൻ്റെ ഒരു 50% അമേരിക്കയുടെ താരിഫ് ഇമ്പാക്റ്റ് തന്നെയാണ് കൂടുതലും മാർക്കറ്റിൻ്റെ ഒരു മുന്നേറ്റത്തിന് ഹഡിലായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. എഗെയിൻ വളരെയധികം ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു വീക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോദിയുടെ ചൈന സന്ദർശനം നടക്കുന്നു. അതോടൊപ്പം തന്നെ നയതന്ത്ര ബന്ധങ്ങൾ വീണ്ടും സജീവമാക്കുന്നതിനായിട്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ധാരണയായി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയുണ്ട്. എസ്പെഷ്യലി അമേരിക്ക ഇന്ത്യക്ക് മേൽ നടത്തുന്ന ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ നേഷൻസുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു നയതന്ത്ര ബന്ധം എത്തരത്തിലാകുമെന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നേഷൻസുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇന്ത്യക്ക് എങ്ങനെയാകും നേട്ടം ചെയ്യുക എന്നാണ് നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ ധാരാളം ഇവൻറ്റ്സ് നടക്കുന്ന ഒരു ആഴ്ചയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എഗെയിൻ നമ്മളിനി മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വീക്കിൽ ഏറ്റവും അധികം എക്സ്പെക്ടേഷൻ ഉള്ളത് ലാസ്റ്റ് ട്രേഡിംഗ് ദിവസത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ട്രേഡിംഗ് മാർക്കറ്റ് അവേഴ്സിന് ശേഷം വന്നിട്ടുണ്ടായിരുന്ന GDP കണക്കുകൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. പ്രവചനങ്ങളെയൊക്കെ തന്നെ തകർത്തെറിഞ്ഞിട്ടുള്ള കണക്കുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. 6.7% മുതൽ 7% എന്നുള്ള ഒരു അനുമാനങ്ങൾക്കപ്പുറത്തേക്ക് GDPയെ സംബന്ധിച്ചിടത്തോളം 7.8% എന്നുള്ള ഒരു റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഏതായാലും ഈ ഒരു ദിവസത്തിലെ ആദ്യ മിനിറ്റുകളിലെ ട്രേഡിംഗ് പരിശോധിക്കുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഡോട്ടിൽ 100-ലധികം പോയിന്റുകളുടെ ഒരു മുന്നേറ്റം നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സാർ, മറ്റ് പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ത്രൂ ഔട്ട് ദ വീക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളത്? ജാസ്മിൻ, പുതിയൊരു മാസം തുടങ്ങി. ഇന്ന് സെപ്റ്റംബർ 1 ആണ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമുക്കൊരു PMI ഡേറ്റയുടെ നമ്പേഴ്സ് വന്നിരുന്നു. ആ PMI ഡേറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ PMI ഡേറ്റ എന്താ കാണിക്കുന്നത്? നമ്മുടെ ഇവിടുത്തെ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെയും സർവീസസ് സെക്ടറിൻ്റെയും ഹെൽത്ത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ HSBC PMI ഡേറ്റ ഇൻഡിക്കേറ്റ് ചെയ്തത്. അതെപ്പോഴും പറയുന്നത് ഒരു റീഡിംഗ് എബവ് 50 മുകളിൽ വരികയാണെങ്കിൽ ഗുഡ് എന്നുള്ള രീതിയിലും, ആ ഒരു 50 മുകളിൽ വരികയാണെങ്കിൽ ഗുഡ് എന്ന് മാത്രമല്ല എക്കണോമി എക്സ്പാൻഡ് ചെയ്യാണ് എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത്. അതല്ല ഇനി 50 താഴെയാണ് PMI ഡേറ്റയുടെ ഒരു റീഡിംഗ് വരുന്നതെങ്കിൽ നമ്മൾ പറയും എക്കണോമി കോൺട്രാക്ട് ചെയ്തു എന്നും. ഇങ്ങനെയാണ് അത് PMI ഡേറ്റ നമ്മൾ റീഡ് ചെയ്യണം. അതായത് 50 മുകളിലാണെങ്കിൽ എക്കണോമി ഈസ് എക്സ്പാൻഡിങ്, 50 താഴെയാണെങ്കിൽ എക്കണോമി കോൺട്രാക്റ്റിംഗ് ആണെന്ന് പറയും. നമുക്ക് ഏതാണ്ട് 65.2 എങ്ങാണ്ടായിരുന്നു ഓഗസ്റ്റിൽ വന്ന കോമ്പോസിറ്റ് ഫിഗർ. അതായത് ദിവസങ്ങൾക്ക് മുമ്പ് വരുന്ന HSBC PMI ഡേറ്റ കാണിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വരുന്ന ജാസ്മിൻ പറഞ്ഞ പോലെ GDP ഫിഗേഴ്സ് എത്രയാണ്? 7.8%. അതായത് 5 ക്വാർട്ടറിലെ ഹയസ്റ്റ് ആയിട്ടുള്ള, ദാറ്റ് ഈസ് എ ബ്രില്യൻ നമ്പർ എന്നുള്ള. അതായത് PMI ഡേറ്റ ഒരു വശത്ത്, GDP ഡേറ്റ ഒരു വശത്ത്, സർപ്രൈസ് ചെയ്തേക്കാണ് നമ്മുടെ മുന്നിലേക്ക്. എന്നാൽ ട്രംപ് നമ്മളെ വിളിക്കുന്നത് എന്താ? ഡെഡ് എക്കണോമി എന്നാണ്. ആ ഡെഡ് എക്കണോമി തിരിച്ച് ആ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് നല്ല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്ത്. അത് ഈ PMI ഡേറ്റയെ കൂടെയും GDP ഡേറ്റയെ കൂടെയാണ് അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്തതെന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഒരു വശത്ത് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, അതായത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള 2 ഡേറ്റകളാണ് പറഞ്ഞത്. അതിൽ ഒരു എക്കണോമിയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡേറ്റകളിൽ ഒന്ന് PMI ഡേറ്റയും 2 എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ GDP ഡേറ്റ. വേണമെങ്കിൽ മൂന്നാമത് നമുക്ക് ഒരുപാട് ഡേറ്റാസ് ആഡ് ചെയ്യാം. ഇൻഫ്ലേഷൻ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള റേറ്റിൽ പോകുമ്പോൾ തന്നെ എന്നാൽ മാർക്കറ്റ് തിരിഞ്ഞു നിൽക്കുകയാണെന്നുള്ളതാണ് അർത്ഥം. അതായത് ഈ വക കാര്യങ്ങളോടൊന്നും റെസ്പോണ്ട് ചെയ്യാത്ത രീതിയിൽ മാർക്കറ്റ് വേറെ ഏതോ വഴിക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എക്കണോമിയുടെ ഫിഗേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ. അതായത് GDP ഡേറ്റ പറഞ്ഞു, PMI ഡേറ്റ പറഞ്ഞു, ഇൻഫ്ലേഷൻ്റെ ഓൾറെഡി ഫിഗേഴ്സ് ഔട്ടാണ്. ഇതൊക്കെ ആണെങ്കിൽ പോലും ഇനിയും 2 കാര്യങ്ങളും കൂടെ ഇന്ത്യൻ എക്കണോമിയെ അഫക്റ്റ് ചെയ്യാനുണ്ട്. ഒന്നെന്താ?
GST റാഷണലൈസേഷൻ എന്ന് പറയുന്ന കാര്യം ഇന്നും ഒരു അനൗൺസ്മെന്റ് ആയിട്ടുള്ളൂ. 3-ാം തീയതി 4-ാം തീയതിയാണ് അതിന്റെ മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ GST കൗൺസിൽ യോഗത്തിലാണ് അത് ശരിക്കും പറഞ്ഞാൽ ആ ട്രാൻസ്മിഷൻ, അതായത് പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസിഷനിലേക്ക് വരുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ ഒരുപാട് ഫിസിക്കൽ പോളിസീസും മോണിറ്ററി പോളിസീസും ഗവൺമെൻറ് ഇട്ടു. നമുക്കറിയാം അടുത്ത കാലത്ത് ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ ടാരിഫിന് ശേഷം ഡൊമസ്റ്റിക് എക്കണോമിയെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ വക കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ എക്കണോമിക് ഫിഗേഴ്സിൽ ഇൻഡിക്കേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇല്ലാതെ തന്നെ GDPയും ഈ പറയുന്ന പോലെ PMI ഡേറ്റയും അതുപോലെ ഇൻഫ്ലേഷൻ ഫിഗേഴ്സും ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ എൻകറേജിങ് ആയിട്ടാണ് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ 2 ചോദ്യങ്ങളാണ് ഈ ഫിഗേഴ്സ് കഴിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക്, അതായത് സെപ്റ്റംബർ 1-ന് നമ്മളിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒന്ന് GDP ഗ്രോത്ത് ഇത്രയും റോബസ്റ്റ് ആണെങ്കിൽ, ഇത്രയും നല്ലതാണെങ്കിൽ RBI റേറ്റ് കട്ട് ചെയ്യുമോ? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. കാര്യം RBI സംബന്ധിച്ച് 2 മാൻഡേറ്റ് ആണ് ഉള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ കുറയ്ക്കുക, രണ്ടാമത് ഗ്രോത്തിനെ ഒന്ന് ട്രിഗർ ചെയ്യാന്ന്. ഇപ്പോൾ ഇൻഫ്ലേഷൻ ഏതാണ്ട് കുറഞ്ഞു നിൽക്കുന്നു. ആ കുറയുന്നതിന് ആനുപാതികമായിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ കുറവ് RBI വരുത്തിയിട്ടുണ്ട്. എന്നാൽ GDP ഗ്രോത്തിന് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ചെയ്യുന്നത് കൂടാതെ RBIയുടെ ഭാഗത്തുനിന്നും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതും ഈ പറയുന്ന പോലെ RBIയുടെ കയ്യിലുള്ള ഒരു ലിവർ, ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് റേറ്റ് കട്ടാണ്. ബട്ട് GDP ഗ്രോത്ത് 7.8% കാണിക്കുകയാണെങ്കിൽ ഇനി ഒരു റേറ്റ് കട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് RBI തിങ്ക് ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഒരു കടമ്പ. രണ്ടാമത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ ഈ PMI ഡേറ്റ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്നറിയോ? അത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് വന്ന GDP ഫിഗേഴ്സും ഒരു സ്കൂൾ ഓഫ് തോട്ട് പറയണത് എന്താ വെച്ചാൽ, നമ്മുടെ ടാരിഫിന് മുന്നോടിയായി, അതായത് ടാരിഫ് എഫക്റ്റീവ് ആവുന്നത് 50% ടാരിഫ് വന്നത് ഓഗസ്റ്റ് 27-നാണല്ലോ. അതിനു മുമ്പേ മാക്സിമം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് അമേരിക്കയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് GDP എക്സ്പാൻഡ് ചെയ്തതെന്ന് പറയുന്ന ഒരു കൂട്ടരും കൂടെയാണ്. അപ്പോൾ 2 ഡേറ്റ പോയിന്റ്സ് ആണ് നമ്മുടെ മുന്നിൽ സെപ്റ്റംബർ 1-ാം തീയതി നമ്മളിരിക്കുമ്പോൾ. ഒന്ന്, ഈ വക നല്ല ഫിഗേഴ്സ് കാരണം നമ്മുടെ മുന്നിൽ RBI ഇനി റേറ്റ് കട്ട് ചെയ്യോ, അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. രണ്ടാമത്, ഇതൊരു അബറേഷൻ ആണോ, അതായത് വൺസിന് എന്താ പറയുക ഒരു ഈവൻ്റ് ആണോ, അതായത് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു എക്സ്പാൻഷൻ ആയിട്ട് നമ്മൾ GDPയെ കാണണ്ട. പകരം ഈ അമേരിക്കൻ ടാരിഫിൻ്റെ ഡെഡ് ലൈനിന് മുമ്പേ കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള തത്രപ്പാടിൽ വന്ന ഒരു എക്സ്പാൻഷൻ ആണോ GDPക്ക് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള. അപ്പോൾ ഈ വക ബേസ് പ്രിമൈസസിലാണ് സെപ്റ്റംബർ 1-ാം തീയതി നമ്മൾ മാർക്കറ്റിനെ കണ്ട് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള. അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വേറെ ഒന്നുമില്ല, നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടാവണം. അതായത് നമ്മളൊരു സ്റ്റോക്ക് പിക്കിംഗ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ പോസ്റ്റുലേറ്റ്സിനെ അല്ലെങ്കിൽ നമ്മുടെ തിയറിയെ റിലൻറ്റ്ലെസ്ലി ചോദ്യം ചെയ്യണം. അതായത് നമ്മളൊരു സ്റ്റാൻസ് മാർക്കറ്റിൽ എടുക്കുമ്പോൾ നമ്മൾ അതിനെ ചോദ്യം ചെയ്യണം, എന്തൊക്കെയായിരിക്കാം ഒരു നെഗറ്റീവ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റോക്ക് പിക്കിംഗ് സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണോ, അല്ലെങ്കിൽ നമ്മുടെ ക്യാഷിൻ്റെ അലോക്കേഷൻ കൂട്ടണോ, അല്ലെങ്കിൽ കൂടുതൽ ക്യാഷ് കൊണ്ടുവന്ന് നമ്മളൊന്ന് ആവറേജ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാൻ നമ്മുടെ റിസ്ക് ക്വാണ്ടിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ 2 റിസ്ക്കും ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ നിർത്തിയത്. ഇത് വച്ചിട്ട് വേണം നമ്മൾ ഈ മാസം തുടക്കത്തിൽ തന്നെ നമ്മുടെ ആക്ടിവിറ്റി ആയിട്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളത്. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു എക്സ്പാൻഡ് ചെയ്ത് ഈ കാര്യങ്ങളെ ഒന്ന് പറഞ്ഞതെന്ന് മാത്രം. രണ്ടാമത്, നമുക്കിപ്പോൾ US മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഡൗ ജോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു നമ്മൾ അമേരിക്കൻ മാർക്കറ്റിൽ ഫ്രൈഡേ കണ്ടത്. ഏതാണ്ട് ഡൗ ജോൺസ് 0.2% മൈനസ് ആയിരുന്നു, നാസ്ഡാക്ക് 0.64% ഡൗൺ ആയിരുന്നു, S&P 0.64% ഡൗൺ ആയിരുന്നു എന്നുള്ള. നമ്മളിപ്പോൾ ബോണ്ട് ഈൽഡ് നോക്കുകയാണെങ്കിൽ ബോണ്ട് ഈൽഡ് റോസ് ടു 4.2%, അതായത് 10-year ബോണ്ട് ഈൽഡ് 4.2% ആണെങ്കിലും അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് പോയിട്ടില്ല. ബോണ്ട് ഈൽഡ് മിക്കവാറും ഒരു 4.2, 4.3 ഏരിയയിൽ കിടന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിരുന്നു PCE ഡേറ്റയെ കുറിച്ച്, അത് വരും എന്ന് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റ ഏതാണ്ട് 2.9% ആണ്. അതും ഒരു എൻകറേജിങ് നമ്പറാണ് US മാർക്കറ്റിനെ സംബന്ധിച്ചോളം. ഓയിൽ പ്രൈസസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഡ്രോപ്ഡ്, താഴേക്കാണ് വന്ന് $67 പെർ ബാരലിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ ഈ അമേരിക്കൻ എക്കണോമിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നത്തിങ് മച്ച് ഹാപ്പൻ ദെയർ. ഈ വീക്കെൻഡിൽ വലുതായിട്ടൊന്നും നടന്നില്ല. ബട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവിടെ നടന്നു എന്നുള്ളതാണ്. അതായത് ഒരു അമേരിക്കൻ ഫെഡ് അപ്പീൽസ് കോർട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതായത് ഇത് 2ാമത്തെ കോടതിയാണ് ഈ സെയിം കാര്യം പറയുന്നത് എന്നുള്ളതാണ്. അതായത് ട്രംപ് വച്ചിരിക്കുന്ന എല്ലാ ടാരിഫുകളും ഇല്ലീഗൽ ആൻഡ്
അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത്തെ കോടതി കൂടെ പറയുമ്പോൾ കൂടുതൽ അതായത് ഇനിയിപ്പോൾ ഇത് അവസാനം ചെന്നെത്തുന്നത് സുപ്രീം കോർട്ടിലാണ്. US സുപ്രീം കോർട്ടിലേക്ക് വരുമ്പോൾ സുപ്രീം കോടതി അതിൻ്റെ ക്രെഡിബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ലോവർ കോർട്ട് ഓർഡേഴ്സിനെ സാധൂകരിക്കുന്ന രീതിയിലായിരിക്കാം തിങ്ക് ചെയ്യുന്നതെന്നാണ് അമേരിക്കൻ കമൻറ്റേറ്റേഴ്സ് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഊരിത്തിരിഞ്ഞ് വരുന്നതെന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നുള്ള. ബട്ട് ഒരു കാര്യം കൂടെ ഞാൻ പ്രേക്ഷകരെടുത്ത് പറയാം. നമ്മുടെ ഈ സാധാരണ ഈ പോസിറ്റീവ് ന്യൂസ് ട്രംപ് തോറ്റു എന്ന് കേൾക്കുമ്പോൾ നമ്മളങ്ങ് ഇമോഷണലായിട്ട് നമ്മൾ കയറി അങ്ങ് കൈകൊട്ടിട്ട് പറഞ്ഞാൽ ട്രംപ് തോറ്റല്ലോ, ട്രംപിൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മൾ ഈ മാർക്കറ്റിൽ വന്നിരിക്കുന്നത് ട്രംപിന് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ട്രംപിന് അനുകൂലിച്ചിട്ടോ അല്ല. നമ്മളിവിടെ വന്നിരിക്കുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് റിട്ടേൺ കിട്ടുക എന്നുള്ള മാത്രമാണ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ വളരെ പ്രൂഡൻ്റ് ആയിട്ട് ഒരു കാര്യം 2 പ്രാവശ്യം അതിൻ്റെ പുറകിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യം. ഞാനിത് വായിച്ചു വരുമ്പോൾ എനിക്ക് മനസ്സിലാവണമെന്ന് വരും. ഇനി സപ്പോസ് സുപ്രീം കോടതി ട്രംപിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുകയാണ്, അതായത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് വരികയാണ്. എല്ലാ ലോവർ കോർട്ട്സും അപ്പലേറ്റ് കോർട്ടും ഒക്കെ കഴിഞ്ഞിട്ട്, ഫെഡ് ആപ്പലേറ്റ് കോർട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ സുപ്രീം കോടതി വന്നിട്ട് പറയാണ് ട്രംപിൻ്റെ ഈ ടാരിഫ് ഡിസിഷൻ ഇല്ലീഗൽ ആൻഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ടാരിഫുകൾ മാറും എന്നുള്ള, ടാരിഫിൻ്റെ മേഘങ്ങൾ മാറുന്നൊന്നുമില്ല. കാര്യം ട്രംപിന് ഇനിയും ഒരുപാട് രീതിയിൽ ഇതിനെ കൊണ്ടുവരാമെന്നുള്ളതാണ്. അതായത് സെക്ഷൻ 301, സെക്ഷൻ 308 എന്ന് പറഞ്ഞ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻവോക്ക് ചെയ്തിട്ട് അയാൾക്ക് വീണ്ടും ടാരിഫിനെ തിരിച്ചു കൊണ്ടുവരാം. ഇപ്പം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റുകളൊക്കെ പറയുന്നത് എന്തിനാ, ട്രംപിന് ഇതിന് അധികാരമില്ല, കോൺഗ്രസിനാണ് അധികാരം ഒരു ടാരിഫിന് കൊണ്ടുവരാൻ. അതുകൊണ്ട് നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ട്രംപ് ഒറ്റയ്ക്ക് തീരുമാനം എടുത്താൽ പോരാ, ഒരു വൈഡർ കൺസൾട്ടേഷനും കൂടെ വന്ന് കോൺഗ്രസിൻ്റെയും കൂടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവൂ എന്നുള്ള ഒരു പ്രിമൈസസിലാണ് ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഇതേ ഒരു പോയിന്റിൽ തന്നെ ആയിരിക്കും സുപ്രീം കോടതിയും ചെയ്യണേ. ബട്ട് ട്രംപിന് അമേരിക്കൻ മോഡൽ, ഇപ്പം നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം പാർലമെന്ററി പ്രൊസീജിയറും അല്ല അവിടുത്തെ രീതിയിൽ ട്രംപിന് വേറെയും സെക്ഷൻസ് കൊണ്ടുവരാം, 301, 308 എന്നുള്ള രീതിയിൽ. എന്നിട്ട് കുറച്ച് കുംബർസം പ്രോസസ്സാണെന്നുള്ള, അതായത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സും ടൈം കൺസ്യൂമിങ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ട്രംപിനെ പോലത്തെ ഒരു വ്യക്തി അത് വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ടാരിഫിനെ ഇനി സുപ്രീം കോടതി എതിർത്താൽ പോലും തിരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഫേവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ലിമിറ്റഡ് നോളജിൽ മനസ്സിലാക്കിയത്. ഞാൻ തെറ്റാം, ബട്ട് ഈവൻ ദെൻ അമേരിക്കനിലെ ചില കമൻറ്റേറ്റേഴ്സും അത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ഇവൻച്വൽ റിസ്ക് ആണ്, അതായത് ബാക്കിയുള്ള കോർട്ട് പ്രൊസീജിയേഴ്സൊക്കെ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഫോർമാലിറ്റിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നതെന്നുള്ള. പിന്നെ പീറ്റർ നവാറോ എന്ന് പറയുന്ന വ്യക്തിയാണല്ലോ നമുക്കൊരു വില്ലനായിട്ട് വന്നിരിക്കുന്നത്. അതായത് വൈറ്റ് ഹൗസിലെ ട്രേഡ് അഡ്വൈസറാണ്, ട്രംപിൻ്റെ ചെവിയിൽ എന്നും ഓതിക്കൊടുക്കുന്ന ആളാണ് ഈ പീറ്റർ നവാറോ എന്ന് പറയുന്നത്. ഈ പീറ്റർ നവാറോ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് എനിക്ക് തോന്നുന്നു ഫോക്സ് ന്യൂസിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചു. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഡെമോക്രസിയാണ്. അതുമാത്രമല്ല മോഡി ഈസ് എ ഗ്രേറ്റ് ലീഡർ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ നല്ല അഭിപ്രായമാണ്. അതായത് വേൾഡിലെ ശരിക്കും പറഞ്ഞാൽ ബിഗ്ഗസ്റ്റ് ഡെമോക്രസിയുമാണ്. മോഡിയെ ഞങ്ങൾക്ക് റെസ്പെക്റ്റ് കൊണ്ട്, മോഡി ഒരു ഗ്രേറ്റ് ലീഡറുമാണ്. എങ്കിലും എന്തിനാണ് വൈ ദേ വോണ്ട് ടു ഗോ ടു ബെഡ് വിത്ത് റഷ്യ ആൻഡ് ചൈന, എന്തിന് കിടപ്പറ പങ്കിടണം റഷ്യയും ചൈനയായിട്ട് എന്നുള്ളൊരു ചോദ്യമാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺസിനോട് കൂടി അയാൾ സംസാരിക്കുന്നുണ്ട്. അതായത് ഐ വുഡ് ലൈക്ക് ടു സേ ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അതായത് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ എക്സാക്ട് സിറ്റുവേഷൻ മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ രാജ്യത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ബ്രാഹ്മിൻസ് ആണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. അറ്റ് ദ എക്സ്പെൻസ് ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യ, അതായത് പീപ്പിൾ ഓഫ് ഇന്ത്യയുടെ എക്സ്പെൻസിൽ, അതായത് പീപ്പിൾ ഓഫ് ഇന്ത്യ, അതായത് ജനറൽ എല്ലാ സിറ്റിസൺസിനെയും എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചില ബ്രാഹ്മിൻസ് മാത്രം പ്രോഫിറ്റിയറിങ് ചെയ്യുന്നു എന്നുള്ള വളരെ ചീപ്പായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരെ പീറ്റർ നവാറോ പോയി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അതായത് അദ്ദേഹത്തിന് മനസ്സിലാക്കാം, ഇപ്പോൾ നമുക്കൊരു പരിധി വരെ മനസ്സിലാക്കാൻ കാര്യം ഇതൊക്കെ പൊളിറ്റിക്സ് ആണ്, ഇതൊക്കെ ട്രേഡിൻ്റെ കാര്യം, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമെങ്കിലും ഈ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി പീറ്റർ നവാരോൻ്റെ നിലവാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിൽ റിലയൻസ് കാശുണ്ടാക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ക്രിട്ടിസൈസ് ചെയ്യാം. ഓക്കെ, അതൊരു കമ്പനി എന്നുള്ള രീതിയിലാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗവൺമെൻറ്റും റിലയൻസും തമ്മിലുള്ള ആ ബന്ധത്തിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ ക്രൂഡ് ചീപ്പ് റേറ്റിന് മേടിക്കുന്ന ഒരു കമ്പനിയാണല്ലോ റിലയൻസ്. ചീപ്പ് റേറ്റിന് മേടിച്ച് റിഫൈൻ ചെയ്ത് മറ്റുള്ള രാജ്യങ്ങൾക്ക് റീ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് റിലയൻസ്. ആ റിലയൻസിനെ കുറിച്ചാണോ അദ്ദേഹം ബ്രാഹ്മിൻ എന്ന് പറഞ്ഞത് അറിയില്ല. എന്നാൽ രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു കമ്പനിയുണ്ട്, ആ കമ്പനിയെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാനും പീറ്റർ നവാറോന് അധികാരമുണ്ട്. കാര്യം ആ കമ്പനിയുടെ പേര് നയാര എനർജി എന്നാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാലാ റൂട്ടിലൊക്കെ നമ്മൾ കാർ ഓടിച്ച് പോകുമ്പോൾ നയാര എനർജിയുടെ പെട്രോൾ പമ്പാണ്. ഈ നയാര എനർജി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനിയാണെങ്കിലും അതിൻ്റെ ഭൂരിഭാഗം മെജോറിറ്റി ഷെയർ ഹോൾഡറായിട്ട് വരുന്ന റഷ്യൻ
റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റ് ആണ്. അപ്പോൾ റോസ്നെഫ്റ്റിനെയും നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, അതുവഴി റോസ്നെഫ്റ്റ് വഴി നിങ്ങൾക്ക് നയാര എനർജിയും ക്രിട്ടിസൈസ് ചെയ്യാം, നിങ്ങൾക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയും ക്രിട്ടിസൈസ് ചെയ്യാം, റിലയൻസും നയാര എനർജിയും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തിനെയും നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ, പൊളിറ്റിക്സ് എന്ന രീതിയിൽ, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന രീതിയിൽ, എക്കണോമിക് ആസ്പെക്റ്റിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. ബട്ട് ബ്രാഹ്മിൻസ് പ്രോഫിറ്റിയറിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കിനി അവർ റിലയൻസുകാർ ബ്രാഹ്മിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ പോലും ആ സ്റ്റേറ്റ്മെന്റിനെ ഒരിക്കലും വെൽക്കം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയും, ഞാനിതിനെ ജാതിപരമായിട്ടല്ല കാണുന്നത്, അദ്ദേഹത്തിന് ഫാക്ട് അറിയാത്ത രീതിയിൽ ഇത് പറ്റിപ്പോയതാണോ എന്ന് അറിയുന്നത്. കാര്യം വെച്ചാൽ നമുക്കറിയാം റഷ്യയിൽ നിന്ന് നമ്മൾ ചീപ്പ് റേറ്റിന് ക്രൂഡ്, അതായത് ചീപ്പ് റേറ്റ് എന്ന് പറയാൻ പറ്റില്ല, റഷ്യ ഡിസ്കൗണ്ടിൽ തരുന്നത് കാരണം, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ റഷ്യ ഡിസ്കൗണ്ടിൽ തരുന്ന കാരണം നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മളത് ഇമ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ സിറ്റിസൺസിന് ഉപയോഗം ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇവിടുത്തെ റിഫൈനേഴ്സ് റിഫൈൻ ചെയ്ത് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. ആ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വിൻഫോൾ ടാക്സ് നമ്മുടെ ഗവൺമെന്റിന് കിട്ടുന്നു. ആ പൈസയും ഗവൺമെന്റ് ഉപയോഗിച്ച് സാധാരണക്കാർക്ക് കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത്. ഇതാണ് അദ്ദേഹം പ്രോഫിറ്റിയറിംഗ് എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് തെറ്റിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ റിലയൻസും നയാര എനർജിയും മാത്രമല്ല, സ്റ്റേറ്റ് ഓൺഡ് PSUസും റിഫൈൻ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഓൺഡ് PSU റിഫൈൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, BPCL, HPCL ഇവരെല്ലാം നല്ല രീതിയിൽ റിഫൈൻ ചെയ്യുന്നു. ഇത് കൂടാതെ ചെറുതായിട്ടുള്ള PSU കമ്പനീസായ MRPLും നമ്മൾ ഒരു വർഷം സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ പറഞ്ഞ് ചെന്നൈ പെട്രോളിയവും ചെറിയ രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയ മിസ്റ്റർ പീറ്റർ നവാറോ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഷെയർ ഹോൾഡിംഗ് ആരാന്നറിയോ? നമ്മൾ എന്തുകൊണ്ടാണ് അതിനെ PSU എന്ന് വിളിക്കുന്നതെന്നറിയോ? ആ PSU അത് ഗവൺമെന്റ് ഓൺഡ് കമ്പനിയാണെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെ വിളിക്കാൻ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ മേജർ ഷെയർ ഹോൾഡർ ആരാന്നറിയോ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ഹോൾഡ് ചെയ്യണം എത്രയെന്നറിയോ? 51.5%. BPCL പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹോൾഡ് ചെയ്യണം എത്രയെന്നറിയോ? 52.98%. HPCL നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹോൾഡ് ചെയ്യണത് 51.11. നമ്മുടെ പ്രസിഡന്റ് ആരാ? നമ്മുടെ റെസ്പെക്റ്റബിൾ ദ്രൗപദി മുർമു, 15th president of India, who belongs to Santhal community. Santhal community is the largest tribal group in India and she belongs to the scheduled tribe. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ബ്രാഹ്മിൻസ് ആണെന്ന് മാത്രം പറയുന്നതിൽ ശരിയല്ല എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൊള്ളാം, ഈ പറയുന്ന പോലെ സ്റ്റേറ്റ്മെന്റ്സും നമ്മുടെ മസിൽ ഫ്ലെക്സിങ്ങും ഒരു ജിയോ പൊളിറ്റിക്സിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഗെയിം തിയറിയൊക്കെ പറഞ്ഞു വരണമെങ്കിലും പീറ്റർ നവാറോ ഒരു ലെവലിൽ കൂടുതൽ പോകുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് യോജിച്ചതല്ല. ഒരു വൈറ്റ് ഹൗസിന്റെ സ്വീറ്റ് ഇട്ടിട്ട് അത് പറയുന്ന കാര്യത്തിൽ ആ സ്വീറ്റ് ഡ്രസ്സിന് പറ്റിയ ഒരു സ്റ്റേറ്റ്മെന്റ്സ് അല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഓഫ് കോഴ്സ് you can have difference opinion with India, you can have difference opinion with Indian government അല്ലെങ്കിൽ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയിൽ, അതെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ വക കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്, ഇവിടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് മാത്രമല്ല, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒപ്പോസിഷനുണ്ട്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള മീഡിയ ഉണ്ട്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ ചേർന്ന് നിന്ന് കൈകോർത്ത് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സിനെ എതിർക്കാൻ അറിയാം. ഇനി ടാരിഫ് അല്ല എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്താണോ ലോകത്തിന്റെ ഓർഡർ അത് അങ്ങനെ പോക്കോട്ടെ, നമുക്ക് അതിന്റെ രീതിയിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് ഒരു എക്കണോമി. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പാടുപെടുമെങ്കിലും ഈ വക സ്റ്റേറ്റ്മെന്റ്സ് അവോയ്ഡ് ചെയ്യണം. അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ മുതിരരുത് എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഫെല്ലോ ജേർണലിസ്റ്റുകളുടെ അടുത്ത് പറയുന്നത്. ഈ രീതിയിൽ വേണം നമ്മൾ ഇതിനെ റെസ്പോണ്ട് ചെയ്യാൻ എന്നുള്ളതും കൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 7.8% വേ എബവ് എക്സ്പെക്ടേഷൻ. അതായത് Q1 GDP 7.8% എന്ന് പറഞ്ഞാൽ QOQ ഏതാണ്ട് 7.4ഉം ഇയർ ഓൺ ഇയർ 6.5% ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വീക്കെൻഡിൽ നമുക്ക് ഇന്നലെ അറിയാം SCO മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അവിടെ പോയിരുന്നു എന്നുള്ളതാണ്. അവിടെ സൈഡ് ലൈൻസ് ഓഫ് ദ മീറ്റിംഗിൽ ശരിക്കും പറഞ്ഞാൽ SCO സമ്മിറ്റിൻ്റെ ഇടയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ മീറ്റിംഗ് നടന്നു എന്നുള്ളതാണ്. അതിനകത്ത് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ കോൺക്രീറ്റ് ആയിട്ടൊന്നും നടന്നില്ല. അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ വലിയ പുതുമയായിട്ടൊന്നും നടന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ആലോചിക്കും പോലെ ഒരു ന്യൂസിൻ്റെ ഹെഡ്ലൈൻസിനെ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബൈലാറ്ററൽ ട്രേഡ് ടോക്സിലോ അല്ലെങ്കിൽ ബൈലാറ്ററൽ ടോക്സിലോ, ട്രേഡ് ടോക്സ് എന്ന് പറയുന്നില്ല, ബൈലാറ്ററൽ ടോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റായ സി ജിങ്
ജിൻപിങ്ങും തമ്മിലുള്ള ഒരു 1-on-1 മീറ്റിംഗ് 1 അവറും നടന്നു എന്ന് പറയും. ഇതിന് പുറത്തോട്ട് വരുന്ന ന്യൂസുകൾ താൽക്കാലികമായിട്ട് നമുക്ക് കിട്ടിയതനുസരിച്ച് നമുക്ക് ഇന്റേണൽ ഇൻഫർമേഷൻ അറിയില്ല, ഒരുപാട് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ്ഡും അല്ല, പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് വളരെ കാര്യമായിട്ടുള്ള ഒന്നും നടന്നിട്ടില്ല എന്നുള്ള. ബട്ട് അതിനകത്ത് വരണ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ആദ്യത്തെ ഏത് കാര്യത്തിനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അതിനകത്തൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കണമെന്നാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ കുറച്ച് നാളായിട്ട് ആ ഗാൽവാൻ ഇഷ്യൂവിന് ശേഷവും കോവിഡിന് ശേഷമൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട്, ദലൈലാമയുടെ ഇഷ്യൂ, അല്ലെങ്കിൽ ഈസ്റ്റേൺ ബോർഡറിൽ ചൈനീസ് ഇൻകർഷൻ, ഇങ്ങനത്തെ ഒരുപാട് കാരണത്താൽ നമ്മളും ചൈനയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നുള്ളതാണ്. അത് മാറ്റിയെടുക്കാനായിട്ട് ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുമാത്രമല്ല രണ്ടുപേരും കൂടി അക്കാര്യത്തിൽ ഒരുപാട് സ്റ്റെപ്സ് എടുത്തിരിക്കുന്നു. അതായത് എങ്ങനെ ഒരു ട്രസ്റ്റ് റീഗെയിൻ ചെയ്യുക എന്നുള്ളത്. അതുമാത്രമല്ല അവർ രണ്ടുപേരും ഒരു എന്താ പറയുക, അവരൊരു കൺസേർട്ടഡ് എഫേർട്ട് എന്താ, ഒരു വേൾഡ് ട്രേഡിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മൾ രണ്ടുപേരും കൈ കോർക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ രണ്ടുപേരും പാർട്ട്നേഴ്സാണ്, റൈവൽസ് അല്ല എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രേഡ് ആൻഡ് കോമേഴ്സിൻ്റെ രീതിയിൽ ടു ക്യാരി ഹോം നമുക്ക് വലിയ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഒന്നും വന്നില്ലെങ്കിൽ പോലും ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നല്ലതായിട്ടൊരു ഹോപ്പ് അവിടെ തരുന്നുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല നമ്മൾ ഇവിടെ വെച്ച് തന്നെ ചൈനയിൽ വെച്ച് SCO സമ്മിറ്റിൻ്റെ സൈഡ് ലൈൻസിൽ നമ്മൾ വ്ളാഡിമിർ പുടിനെയും നമ്മുടെ പ്രൈം മിനിസ്റ്റർ മീറ്റ് ചെയ്യുന്നുണ്ടാണ്. അത് ഓൾറെഡി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 9:45 ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ആ മീറ്റിംഗ് തുടങ്ങി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നമ്മൾ കൂടുതലും കാണുന്നത് SCO സമ്മിറ്റിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബോർഡ് ഹോമി. ഇപ്പം ഞാൻ ഓപ്പണിംഗ് ഹൗസിന് കയറുന്നതിന് മുമ്പ് കണ്ടെന്ന് വെച്ചാൽ ശ്രീ നരേന്ദ്രമോദി നടുക്ക് നിൽക്കുന്നു, വ്ളാഡിമിർ പുടിൻ അടുത്ത് നിൽക്കുന്നു, ചൈനീസ് പ്രസിഡന്റ്, ഇവരെല്ലാവരും കൂടി എന്തോ ചേർന്ന് നിന്ന് സംസാരിക്കുന്ന പോലെ. അതായത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി അല്ലെങ്കിൽ ഫോറിൻ പോളിസി സംസാരിക്കുമ്പോൾ അതിൻ്റേതായ എക്സ്പേർട്സിനെ കൊണ്ടുവന്നിട്ട് അവർ ഓരോരുത്തർ ലീഡേഴ്സും ഇടുന്ന ഡ്രസ്സിൻ്റെ നിറം, ടൈയുടെ നിറം, പോസ്ചർ, ഹാൻഡ് ഷേക്ക്, അതിന് വരെ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു വേൾഡ് കമന്റേറ്റേഴ്സ് പറയുന്ന ഒരു ന്യൂ ആക്സസ് ഓഫ് കോഓപ്പറേഷൻ ബിറ്റ്വീൻ ഇന്ത്യ, ചൈന ആൻഡ് റഷ്യ രൂപപ്പെട്ടു വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞു വന്നേക്കണം എന്നുള്ള. അതിന് കുറച്ചുകൂടി അവർ സ്ട്രെസ് ചെയ്ത് പറയുന്നത് വെച്ചാൽ അൺലൈക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വിച്ച് ഈസ് എ മോസ്റ്റ് അല്ലെങ്കിൽ മോർ ലൈക്ലി പല സന്ദർഭങ്ങളിലും അവരൊരു ഓപ്പർച്യൂണിസ്റ്റിക് ആയി ഡിസിഷൻ എടുക്കും പോലെ അല്ല റഷ്യ. വ്ളാഡിമിർ പുടിൻ ഈസ് മച്ച് മോർ ഡിപ്പെൻഡബിൾ പേഴ്സൺ എന്നുള്ള രീതിയിലും കൂടെ പറഞ്ഞു വയ്ക്കുന്നു. ആ കോഓപ്പറേഷൻ്റെ ഒരു തുടക്കമായിരിക്കുന്നു എന്ന് പോലും കമൻറ്റ് ചെയ്യുന്നവരുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ്, ഡൊമസ്റ്റിക് മാർക്കറ്റ്, നമ്മുടെ ദലാൽ സ്ട്രീറ്റിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് കഴിഞ്ഞ ആഴ്ച 750 പോയിൻറ്റിൻ്റെ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ലാർജസ്റ്റ് വീക്ക്ലി ഡ്രോപ്പ് ഇൻ 5 months എന്നുള്ളതാണ്. അതായത് വീക്ക്ലി ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ രസകരമായിട്ടുള്ള കാര്യം, ഞാൻ നോക്കുമ്പോൾ നിഫ്റ്റി 1.8% ആണ് കഴിഞ്ഞ ആഴ്ച ഡിക്ലൈൻ ചെയ്ത്. ഈ 1.8% എന്ന് പറഞ്ഞാൽ 22 വീക്സിലെ ലാർജസ്റ്റ് ഡിക്ലൈനാണ്. നമ്മൾ മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ 3.2% ഡൗൺ ആയിരുന്നു. അത് നോക്കുകയാണെങ്കിൽ 27 ആഴ്ചത്തെ ലാർജസ്റ്റ് ഡിക്ലൈൻ ആയിരുന്നു എന്നുള്ള. സ്മോൾ ക്യാപ്പ് 250 3.2% ഡൗൺ ആണ്. അത് നോക്കുമ്പോൾ 25 വീക്കിലെ ലാർജസ്റ്റ് ഡിക്ലൈൻ ആണ്. അതായത് ഏതാണ്ട് നമ്മളൊരു ഇൻ ടോട്ടോ പറയണമെങ്കിൽ 5 മാസത്തെ ഏറ്റവും വീക്കസ്റ്റ് ഒരു ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്നുള്ളത് നമ്മൾ പ്രത്യേകം പറഞ്ഞിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല RIL റിലയൻസ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ആഴ്ച 3.7% ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ പോസിറ്റീവായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഏതൊക്കെ സെക്ടർ നോക്കുകയാണെങ്കിൽ FMCG, മീഡിയ, MNC, ഇന്ത്യ ഡിഫൻസ് ഒക്കെയാണ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തതെന്നുള്ളത്. ഇനിയിപ്പോൾ സെപ്റ്റംബർ മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, US മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ളൊരു കാലഘട്ടമാണ് സെപ്റ്റംബർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമ്മുടെ മുന്നിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ കുറച്ച് ഹെഡ്വിൻസ് ഉണ്ട്. കുറച്ചൊരു എന്താ പറയുക, ഒരു ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കുറച്ച് ചലഞ്ചസ്. ഒന്ന്, സെപ്റ്റംബർ മാസം പൊതുവേ US മാർക്കറ്റിന് അത്ര ഭേദപ്പെട്ട ഒരു കാലം അല്ല എന്നാണ് ചരിത്രങ്ങൾ തെളിയിക്കുന്നത്. അതായത് ഇത്രയും കൊല്ലത്തെ ഒരു ഹിസ്റ്ററി തെളിയിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അവിടെ തന്നെ US എങ്ങനെയാണ്, എപ്പോഴാണ് ഫെഡിൻ്റെ റേറ്റ് കട്ട് അല്ലെങ്കിൽ ഈ ജെറോം പവലും ട്രംപും തമ്മിലുള്ള ഇഷ്യൂ, ഫെഡും ട്രംപും തമ്മിലുള്ള ഇഷ്യൂ എന്നിങ്ങനെയുള്ള കുറേ ക്ലൗഡ്സ് US മാർക്കറ്റിലുണ്ട്. അതുമാത്രമല്ല ടാരിഫ് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്, എങ്ങനെയാണ് ഇൻഫ്ലേഷനെ വരുന്നത്, ഇപ്പോൾ അവിടുത്തെ റീഡിംഗ് അനുസരിച്ച് ടെമ്പററി ആയിരിക്കും അവിടുത്തെ ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് എന്നൊക്കെ പറയുന്നെങ്കിലും അതൊരു ശരിക്കും പറഞ്ഞ ഒരു ക്ലൗഡായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ ഒരു ഹെഡ്വിൻഡ് ആയിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളത് ആദ്യത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് ചലഞ്ചാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ഈസ് ഓൺ ദ വെർജ് ഓഫ് എ ഡെറ്റ് ക്രൈസിസ്. ഡെറ്റ് ക്രൈസിസിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഫ്രാൻസ്. നമ്മൾ സാധാരണ പൊതുവെയുള്ള മാധ്യമങ്ങളിൽ നമ്മൾ മറ്റുള്ള ഗ്ലോബൽ എക്കണോമിയെ കുറിച്ച് പറയാറില്ല. ബട്ട് ഫ്രാൻസിനെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഡേഞ്ചറസ് ലെവലിലുമാണ് അവർ ഡെപ്റ്റ് എന്നുള്ളത് നമുക്കൊരു
നമുക്കൊരു ചലഞ്ചിങ് ആണ്. ജർമ്മനിയിലെ മാനുഫാക്ചറിങ് സെക്ടർ, ജർമ്മനി ഈസ് ഫേമസ് ഫോർ മാനുഫാക്ചറിങ് സെക്ടർ. നമ്മൾ ഈ പറയുന്ന ഒരു കാറൊക്കെ നോക്കുകയാണെങ്കിൽ അല്ല, ഇപ്പം നമ്മൾ സീമെൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ആയിക്കോട്ടെ, മെഴ്സിഡീസ് ബെൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ആയിക്കോട്ടെ, BMW എന്ന് പറഞ്ഞ ബ്രാൻഡ് ആയിക്കോട്ടെ, എന്തെടുത്താലും ബോഷ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഒരു സ്ഥലം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. മാനുഫാക്ചറിങ് പവർ ഹൗസ് ആണ് ജർമ്മനി എന്ന് പറയുന്നത്. ഈവൻ സ്വിറ്റ്സർലൻഡിനെ വെട്ടിക്കുന്ന രീതിയിലുള്ള വാച്ചസ് വരെ ഇവരുണ്ടാക്കുന്നു എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. വാച്ച് മേക്കിംഗ് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ട്. അപ്പോൾ ഈ ചലഞ്ചസ് ഒക്കെ ജർമ്മനിയിൽ, അതായത് മാനുഫാക്ചറിങ്ങിൻ്റെ ഏരിയയിലും ജർമ്മനിയിൽ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. നമുക്കറിയാം ചൈനയിൽ ഒരു വളരെ നല്ല ഇഷ്യൂ ഉണ്ട്. അതായത് ചൈനയുടെ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യണം. എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റിൽ നല്ല ഒരു അടി ചൈനയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ ഇത്രയും ചലഞ്ചസ് നമുക്ക് ചുറ്റിപ്പറ്റി നമുക്ക് ചുറ്റുമായിട്ട് കറങ്ങുന്നു എന്നുള്ളതും കൂടെ ഉണ്ടെന്നുള്ള. ഇതൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് എങ്ങനെ മാർക്കറ്റ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമുക്ക് നോക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, 3-ാം തീയതിയും 4-ാം തീയതിയും GST കൗൺസിലിൻ്റെ മീറ്റിംഗ് തുടങ്ങുന്നു. 5-ാം തീയതിയോടുകൂടി നമുക്ക് മനസ്സിലാവും ഈ 2 സ്ലാബിലേക്ക് ഏതൊക്കെ സാധനങ്ങൾ വരുന്നു, ഏതൊക്കെ ബിസിനസ്സുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ആവും. കാര്യം മാർക്കറ്റ് ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. ഏതാണ്ട് 90% സാധനങ്ങൾ, അല്ലെങ്കിൽ 90 to 99% സാധനങ്ങളും അതിൻ്റെ മുകളിലത്തെ സ്ലാബിൽ നിന്നും താഴേക്ക് വന്ന് സാധനങ്ങളുടെ വില കുറയുമെന്ന് പറയുമ്പോൾ പോലും എന്താണ് ആ ബാക്കിയുള്ള 10% അല്ലെങ്കിൽ 1% എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ആശയക്കുഴപ്പമുണ്ട് അതിനകത്ത്. കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് അടുത്ത GST കൗൺസിൽ യോഗത്തിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ആ ഒരു യോഗത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാനും സാധിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അതിനുവേണ്ടി മാർക്കറ്റ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ മാർക്കറ്റ് ഒരു കീ സപ്പോർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ 24,400, 24,300 നമുക്കൊരു സപ്പോർട്ട് ആണെന്നുള്ളതാണ്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് സൂക്ഷിക്കണം. അതായത് 200-day EMA, അതായത് 24,270 എന്ന് പറയുന്ന ലെവലിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്താണ് 24,000, അതുകൂടാതെ 23,900. ഈ 23,900ലേക്ക് പോകുമെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയത്തുമില്ല. കാര്യം എന്ത് ഫോർകാസ്റ്റ് ചെയ്താലും അത് ശരിയാവണമെങ്കിൽ വെറും ലക്ക് തന്നെയാണ് എന്നുള്ള കാര്യം. പക്ഷേ ഈ 23,800, 23,900ൻ്റെ താഴെ പോവാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. വേഴ്സ് കം വേഴ്സ് സിനാരിയോ, അതുവരെ പോകരുത്. ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് തിരിച്ച് കയറട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. കാര്യം നമുക്കും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ബട്ട് 23,800, 23,900 അതിൻ്റെ ലെവൽ പറയുന്നതിനേക്കാളും ഞാൻ പറയുന്നത് ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ മാർക്കറ്റിനെ സംബന്ധിച്ച്, അത് ബ്രേക്ക് ചെയ്യില്ല എന്നുള്ളതാണ് ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുന്നത് എന്നുള്ളത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സഫ്വാൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ടെക്നിക്കൽ അനലിസ്റ്റായ ഇൻഹൗസ് ടെക്നിക്കൽ അനലിസ്റ്റായ സഫ്വാൻ്റെ അടുത്ത് നമുക്ക് നോക്കാമെന്നുള്ളത്. നമുക്കിപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 24,530, 24,640 എന്നുള്ളതാണ്. 24,700 ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സ് ആയി എന്ന് നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ എങ്കിലും കൊടുക്കാൻ നമുക്ക് പറ്റുമെന്നുള്ള. ഇതുവരെ നമ്മൾ പറഞ്ഞു 24,800 ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റിലെ എല്ലാ കമന്റേറ്റേഴ്സും റെക്കമെൻഡ് ചെയ്യുന്നത് ബൈ ഓൺ ഡിപ്സ് എന്നാണ്. എന്നാൽ എന്ന് 24,800 ബ്രേക്ക് ചെയ്യുന്നു അന്ന് മുതൽ അവരുടെ സ്ട്രാറ്റജി മാറ്റി സെൽ ഓൺ റാലി എന്നായി. അപ്പോൾ ഇവിടെ നിന്നുള്ള റാലി എന്ത് വന്നാലും നമുക്ക് ഫസ്റ്റ് കിട്ടാൻ പോണ റെക്കമെൻഡേഷൻ അത് സെല്ല് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ മാർക്കറ്റിന് തിരിഞ്ഞു വലിഞ്ഞ് കയറിയാലും പിന്നെ ഒരു ചെറിയൊരു ഡിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. കാര്യം അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു കാര്യം കൂടെ, അതായത് സെപ്റ്റംബർ 1 നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് വീഴാൻ കാര്യം നമ്മുടെ ടേക്ക് അനുസരിച്ച് ഓവർ വാല്യുവേഷൻ തന്നെയാണ്. അത് നിഫ്റ്റി ലെവലിലായാലും ശരി, പല ഇൻഡിവിജ്വൽ സ്റ്റോക്സും പല സെക്ടറും നോക്കുകയാണെങ്കിൽ ഓവർ വാല്യുവേഷൻ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വീഴാനായിട്ടുള്ള കാരണം എന്നുള്ളത് നമ്മൾ ഉറച്ചു നിൽക്കുന്നു. ബാക്കിയെല്ലാം ഈ പറയുന്ന പോലെ 6 മാസം കഴിയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കേ അല്ല. വാല്യുവേഷൻ അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് വാല്യൂ ചെയ്യുന്നത് കമ്പനികളുടെ ഏർണിംഗ് പൊട്ടൻഷ്യലാണ്. അതാണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കറക്ഷൻ്റെ ഇടയിലും 100-ൽ പരം സ്റ്റോക്കുകൾ 30%, 50% റിട്ടേൺ തന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം മാർക്കറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ജനറലി നമ്മളിപ്പോൾ കോവിഡിന് ശേഷം നമ്മളെല്ലാവരും കണ്ട മാർക്കറ്റ് നിഫ്റ്റി ലെവൽസ് ഒക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ഏത് സ്റ്റോക്ക് മേടിച്ചാലും കയറി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണെങ്കിൽ അവിടുന്ന് മാർക്കറ്റിൻ്റെ ടെക്സ്ചറും ക്യാരക്ടറും മാറിയിട്ട് ഇൻഡിവിജ്വൽ സ്റ്റോക്ക് പിക്കിംഗ്, നമ്മൾ സാധാരണ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ നിഫ്റ്റി ലെവൽ നോക്കി പിടിച്ചിട്ട് സ്റ്റോക്കിനെ പിടിക്കുന്നതിന് നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയും. അതായത് മോളിൽ നിന്ന് നിഫ്റ്റിയെ നോക്കി താഴേക്ക് നമ്മൾ സ്റ്റോക്ക് പിടിക്കുന്നു. നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ലെവൽ നോക്കാതെ ഇൻഡിവിജ്വൽ സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻ കംഫർട്ട് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റോക്ക് പിക്കേഴ്സ് മാർക്കറ്റ്. അതായത് സ്റ്റോക്ക് പിക്കിങ്ങിന് മാത്രം റെലവൻസ്, സെക്ടർ നോക്കാതെ നിഫ്റ്റി ലെവൽ നോക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിരിക്കും മാർക്കറ്റിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്നുള്ളത്. അതുകൊണ്ട് മാർക്കറ്റിനെ ടോട്ടലായിട്ട് നോക്കാതെ, സെക്ടറായിട്ട് നോക്കാതെ, അതായത് ഇപ്പോൾ നമ്മൾ നോക്കില്ലേ ഓട്ടോമൊബൈൽ സെക്ടറിന് എന്ത് പറ്റും, ആ ഒരു ചോദ്യത്തിന്
കാര്യത്തിന് അർത്ഥമില്ല. അതിനകത്തുള്ള സ്റ്റോക്കുകൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓട്ടോമൊബൈൽ സെക്ടറിനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം നെഗറ്റീവ് ആയിരിക്കും. മഹീന്ദ്രയ്ക്ക് മാത്രമായിരിക്കും പോസിറ്റീവ്, മഹീന്ദ്ര മാത്രമായിരിക്കും പെർഫോം ചെയ്യുന്നത്, മഹീന്ദ്രയ്ക്ക് മാത്രമായിരിക്കും ബുക്കിംഗ് കിട്ടുന്ന കാര്യം. അവരുടെ കാറുകളെ കുറിച്ച് നമുക്ക് അറിയാമെന്നുള്ള അങ്ങനത്തെ രീതിയിലുള്ള ബുക്കിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂസും നമുക്കറിയാമെന്നുള്ള. അപ്പോൾ അതുകൊണ്ട് സെക്ടർ വിട്ട് നിഫ്റ്റി വിട്ട് നിങ്ങൾ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് നോക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ സെപ്റ്റംബർ 1 നമുക്ക് പറയാനുള്ളത്. പിന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഫേവറബിൾ ആയിട്ട് വന്നിട്ടും മാർക്കറ്റ് പെർഫോം ചെയ്യാത്തതിന് ഒരു കാരണം ഇതായിരിക്കാം, ഓവർ വാല്യുവേഷൻ. അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് ശേഷം എന്തെങ്കിലും നെഗറ്റീവ് വരാനുണ്ടോ? ഈ ടാരിഫിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ ഇനി 2 ക്വാർട്ടർ കഴിഞ്ഞാണോ വരുന്നത്? അതിനെ അഡ്വാൻസ് ആയിട്ട് ഡിസ്കൗണ്ട് ചെയ്യണോ ഡൈജസ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നുള്ള. പക്ഷേ ഒരു കാര്യം മാത്രം സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കൊന്ന് പറഞ്ഞു വയ്ക്കുക എന്നുള്ള കാര്യം, അതായത് എന്നാണ് മാർക്കറ്റ് ബോട്ടം ആവണേന്നറിയോ? അതായത് എല്ലാവരും ബെയറിഷ് ആവുന്ന സമയത്ത്, എല്ലാവരും ബെയറിഷ് ആവുന്ന സമയത്താണ് മാർക്കറ്റ് ബോട്ടം ഔട്ട് അടിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്നല്ലോ ആൾക്കാർ നോക്കുമ്പോൾ ടാരിഫ് മാത്രം മാറ്റിവെച്ച് ഇന്ത്യയിൽ നടന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവാണ് അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ GDP ഫിഗേഴ്സ്, PMI ഡേറ്റ, ഇൻഫ്ലേഷൻ ഫിഗേഴ്സ്, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നു. അതുകൂടാതെ ഇൻകം ടാക്സ് തന്നെ 12 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്ന് നമ്മൾ പറയപ്പെടുന്നു. GSTയുടെ റാഷണലൈസേഷൻ വരുന്നു. ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കൺട്രോൾഡാണ്, ട്രേഡ് ഡെഫിസിറ്റ് കൺട്രോൾഡാണ്. ഈ പറയുന്ന പോലെ നമുക്ക് ആവശ്യത്തിന് ഫോറക്സ് റിസർവ്സ് ഉണ്ട്, നമുക്ക് ഗോൾഡിൻ്റെ റിസർവ്സ് ഉണ്ട്. അതുകൂടാതെ ബാങ്ക് വെൽ ക്യാപിറ്റലൈസ്ഡ് ആണ്, ബാങ്കിൻ്റെ ഭാഗത്ത് ലിക്വിഡിറ്റി ഉണ്ട്. റുപ്പിയുടെ മാനേജ്മെൻറ്റ്, റുപ്പി ഡിപ്രീഷിയേറ്റ് ആണെങ്കിൽ പോലും അത് കൺട്രോളിലാണ് എന്ന് RBI പറയുന്നു. എന്തൊക്കെ മൈക്രോ മാക്രോ എക്കണോമിക് ഡേറ്റാസ് ശരിക്കും പറഞ്ഞാൽ നന്നായി വരുന്നു, അതൊക്കെ ആണെങ്കിൽ പോലും മാർക്കറ്റ് ഇതിനെയൊന്നും പോസിറ്റീവായിട്ട് ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല. പിന്നെ ചൈനയായിട്ടുള്ള നല്ല ബന്ധം, റഷ്യയായിട്ടുള്ള നല്ല ബന്ധം, ഈ 2 രാജ്യങ്ങളായിട്ടുള്ള നല്ല ബന്ധം വരുന്ന കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്കും ഇന്ത്യൻ ബിസിനസ്സിനും ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് തരുന്ന കൺട്രിയാണ്. അതായത് റഷ്യ നമുക്ക് ഓയിലും അതർ എനർജി ഇൻപുട്സും നമുക്ക് തരുന്നു ലോവർ റേറ്റിൽ, ഡിസ്കൗണ്ടഡ് റേറ്റിൽ. ചൈനയാണ് നമുക്ക് ചീപ്പ് റോ മെറ്റീരിയൽസ് തരുന്നു, റെയർ എർത്ത് മിനറൽസ്, റെയർ എർത്ത് മാഗ്നറ്റ്സ്, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഫെർട്ടിലൈസേഴ്സ്, സ്പെഷ്യാലിറ്റി ഫെർട്ടിലൈസേഴ്സിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ തരുന്നു. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടി ശരിക്കും നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ബിസിനസ്സുകൾക്കും ഇന്ത്യൻ എക്കണോമിക്കും വില കുറഞ്ഞ് ബിസിനസ് നടത്താവുന്ന രീതിയിലാണ്. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ കുറവാകുമ്പോൾ ചീപ്പായിട്ടുള്ള ക്യാപിറ്റലും കൂടെ കിട്ടുമ്പോൾ നമ്മളൊരു ഗോൾഡി ലോക്ക് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ സാധാരണ എല്ലാവരും ബെയറിഷ് ആവും എന്നുള്ളതാണ്. ആ ബെയറിഷ്നെസ് ആണ് പോസിറ്റിവിറ്റി ആയിട്ട് വരുന്നത്. അത് മാർക്കറ്റിൽ ഒരു സെയിങ് ഉണ്ട്, ഞാൻ എപ്പോഴും പറയും, ടു മച്ച് ഓഫ് നെഗറ്റീവ്സ് ക്യാൻ ബി പോസിറ്റീവ് ഫോർ ദ മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് സെപ്റ്റംബർ 1 നമ്മൾ ഈ സീറ്റിൽ നിന്ന് പറയുന്നു, ഇനിയിപ്പോൾ നമ്മൾ കോഷ്യസ് ഒപ്റ്റിമിസം വെച്ചിട്ട് കാര്യമില്ല. ദിസ് ഈസ് ടൈം ടു ഗ്രാബ് യുവർ ജെംസ് ഫ്രം ദ മാർക്കറ്റ്. അത് നിങ്ങൾ മാർക്കറ്റിനെ ടോട്ടലായിട്ട് കണ്ടുകൊണ്ടായിരിക്കരുത്. ഓരോ ഇൻഡിവിജ്വൽ ബിസിനസ്സുകളും അതിൻ്റെ കപ്പാസിറ്റിയും അതിൻ്റെ വാല്യുവേഷനും അതിൻ്റെ മാർജിൻ ഓഫ് സേഫ്റ്റിയും കണ്ട് നിങ്ങൾക്ക് മേടിച്ച് തുടങ്ങാം എന്നുള്ള രീതിയിൽ. അതായത് വെൻ ടു മച്ച് പീപ്പിൾ ബിക്കംസ് ബെയറിഷ്, we become slightly optimistic about market. bullish എന്നല്ല. അപ്പോൾ നമ്മൾ വാറൻ ബഫയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ ആൻഡ് ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി. ഇപ്പോൾ എല്ലാവരും ഫിയർഫുൾ ആണ്, ഈ സമയത്താണ് നമ്മൾ ഗ്രീഡി ആവേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു. നേരത്തെ എല്ലാവരും ബുള്ളിഷ് ആയപ്പോഴാണ് നമ്മൾ ബെയറിഷ് ആവേണ്ടതെന്നുള്ള. മാർക്കറ്റ് അതേപോലെയുള്ള ഹിസ്റ്ററി നെവർ റിപ്പീറ്റ്സ്, ഹിസ്റ്ററി റൈംസ് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അതേപോലെയുള്ള ലെജൻസിൻ്റെ വർത്താനം അല്ലെങ്കിൽ കോട്ട്സുകൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. നിങ്ങളെ അതിനനുസരിച്ച് മാർക്കറ്റിൽ റീപൊസിഷൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്നു. ജാസ്മിൻ, യെസ്, ഇന്ന് ഏത് ബിസിനസ്സാണ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത്? ജാസ്മിൻ, ഇതിലിപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതിയ സ്റ്റോക്ക് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ആവശ്യത്തിന് സ്റ്റോക്ക് ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട്. അത് സ്റ്റോക്ക് ഐഡിയ എന്നല്ല, ഒരു ബിസിനസ്സിനെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മാർക്കറ്റിൻ്റെ ഇപ്പോൾ സ്റ്റേറ്റ് അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പുതിയ ഒരു ബിസിനസ്സിനെ അവതരിപ്പിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് നമ്മൾ അവതരിപ്പിച്ച ബിസിനസ്സുകളെ നോക്കാം. അത് മാത്രമല്ല, 44 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഒരു കമ്പനി വെള്ളിയാഴ്ച ഒരു AGM നടത്തുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്പോട്ട്ലൈറ്റിൽ പിന്നെ അതിനപ്പുറം വേറൊരാൾ ഫീച്ചർ ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് നമ്മൾ തീർച്ചയായിട്ടും റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. നമ്മൾ ചിലപ്പോൾ 2 ആഴ്ച മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞതായിരിക്കാം. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ സാധാരണ പറയുന്നത് എന്താ, നമ്മുടെ 100 രൂപ 24% വെച്ച് ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്യുകയാണെങ്കിൽ, അതായത് 100 രൂപ ആദ്യത്തെ കൊല്ലം 124 ആവുന്നു. ആ 124 മുകളിൽ അടുത്ത ഒരു 24% ഉണ്ടാവുന്നു, CAGR. അതിൻ്റെ 24% മുകളിൽ അടുത്ത 24%. അങ്ങനെ ഇയർ ഓൺ ഇയർ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് 25% ഗ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ 100 രൂപ 3 കൊല്ലം കഴിയുമ്പോൾ അത് 200 രൂപയാണ്. അതായത് അത് ഡബിൾ ആവും എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് മാത്രം ഒരു ഗ്രോത്ത് ആണ് നമ്മുടെ ഈ കോമ്പൗണ്ടിങ് കൊണ്ട് നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. ഈ റിലയൻസിൻ്റെ AGM വെള്ളിയാഴ്ച ആയിരുന്നു, നമുക്കറിയാം 2 മണിക്കായിരുന്നു എന്നറിയാം. ആ റിലയൻസ് AGMൽ ഒരു ഇമ്പോർട്ടൻ്റ് വാക്ക് മുകേഷ് അംബാനിയുടെ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ടാർഗറ്റാണ്. അതായത്
എബിറ്റ, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. അതായത് ഏർണിങ്സ്, ഇതിന്റെ അടിയിൽ വരുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, ഈ എബിറ്റേന്ന് ഇൻട്രസ്റ്റ് മാറ്റും, ഡിപ്രീസിയേഷൻ മാറ്റും, അമോർട്ടൈസേഷൻ മാറ്റും, ടാക്സ് മാറ്റും എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ചാർജസ് ആണ്. നമ്മൾ എബിറ്റ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിനെക്കാട്ടിലും, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കിടക്കുന്ന ഫിഗറാണ്. അതായത് എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഫിഗറാണ് നെറ്റ് പ്രോഫിറ്റ്. അതിന് മുകളിൽ കിടക്കുന്ന ഫിഗറാണ് എബിറ്റ എന്ന് പറയുന്നത്. ആ എബിറ്റേന്ന് ഇൻട്രസ്റ്റ്, പിന്നെ ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ, ടാക്സിൻ്റെ ആസ്പെക്റ്റ് ഒക്കെ എടുത്തു കളഞ്ഞാലാണ് നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. എബിറ്റ എന്ന് പറയുന്നതാണ് ആ കമ്പനിയുടെ ആ ഓപ്പറേഷണൽ ഹെൽത്ത്, ആ ഓപ്പറേഷണൽ എന്താ പറയുക എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ ആ കമ്പനിയുടെ റവന്യൂ എത്രയെന്ന് നോക്കുകയാണെങ്കിൽ എബിറ്റയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റിനെക്കാട്ടിലും നമ്മൾ നോക്കുക. കാര്യം ഗവൺമെൻറ് ടാക്സ് കൂടുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കൂടും, ഗവൺമെൻറ് ടാക്സ് കുറയുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കുറയും. പക്ഷേ കമ്പനിയുടെ ഹെൽത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഓപ്പറേഷണൽ എഫിഷ്യൻസി നോക്കേണ്ടത് എബിറ്റ എന്ന് പറയുന്ന ഒരു ഫിഗറാണ്. അദ്ദേഹത്തിൻ്റെ അംബീഷ്യസ് ആയിട്ടുള്ള ടാർഗറ്റ് എന്നറിയോ? അതായത് ബൈ 2027, വി ആർ ഓൾറെഡി ഇൻ ടു 2025 അല്ലേ, 2026, 2027, ഒരു 2 to 3 ഇയേഴ്സിൽ എബിറ്റ ഡബിൾ ആവും റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ. അതായത് ഇൻഡയറക്ട്ലി പറഞ്ഞു വെക്കേണ്ടത് എബിറ്റ ഡബിൾ ആവും എന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും നാൾ ഉണ്ടാക്കിയിരുന്ന ആ പ്രോഫിറ്റ് ശരിക്കും പറഞ്ഞാൽ ഡബിൾ ആവും. അതായത് 24% എങ്കിലും മിനിമം ഇയർ ഓൺ ഇയർ ഗ്രോത്ത് തരാൻ പോകുന്ന കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രി എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ഗൈഡൻസ്. അതിൻ്റെ പ്രത്യേകത എന്നറിയോ? റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 24 to 25 PE-ലാണ് ട്രേഡ് ചെയ്യുന്നത്. എ കമ്പനി വിച്ച് ഗ്രോസ് അറ്റ് 24% ഇയർ ഓൺ ഇയർ ക്യാൻ കമാൻഡ് മോർ ദാൻ 24 PE. 24 PE-യെക്കാട്ടിലും കൂടുതൽ കമാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് എൻ്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് റിലയൻസിനെ കുറിച്ച് പറഞ്ഞു വയ്ക്കാനുള്ളത്. അത് കൂടാതെ തന്നെ അദ്ദേഹം കഴിഞ്ഞ AGM പറഞ്ഞ എന്താ, 2030 റിലയൻസിനെ നമ്മൾ ഡബിൾ ആക്കും. അതായത് ഇതുവരെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു റിലയൻസ് ഉണ്ട്, അതിൻ്റെ ചരിത്രത്തിൽ ക്രിയേറ്റ് ചെയ്തതിനെക്കാട്ടിലും ഇത്രയും കൊല്ലങ്ങൾ 20, 30, 40 കൊല്ലം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത റിലയൻസിൻ്റെ മുകളിൽ നമ്മൾ 5 കൊല്ലം കൊണ്ട് മറ്റൊരു റിലയൻസിനെ കൊണ്ടുവയ്ക്കും എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും അംബീഷ്യസ് ആയിട്ടുള്ള ടാർഗറ്റ് ആണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ആ ഒരു ഇനിഷ്യൽ അഡ്രസ്സിൽ, ഈ റിലയൻസ് AGM-ൻ്റെ ഇനിഷ്യൽ അഡ്രസ്സിൽ 2 പ്രത്യേക അതിഥികൾ വന്നു എന്നുള്ള, ഒന്ന് മെറ്റ CEO മാർക്ക് സുക്കർബർഗ് വന്നു എന്നുള്ളത്, രണ്ടാമത് ഗൂഗിൾ CEO സുന്ദർ പിച്ചയും ഉണ്ടായിരുന്നു. അതായത് ഇവർ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിനെ ഇനിയുള്ള ഗ്രോത്തും ഈ ഏരിയയിലാണെന്നുള്ളത് ഇൻഡയറക്ട്ലി പറഞ്ഞു വെക്കുന്നു എന്നുള്ള. പിന്നെ നമ്മളിപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പോൾ മുകേഷ് അംബാനി, അതായത് വളരെ ആ ഫാമിലിയുടെ സ്പീച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ രസമാണ്. അതായത് ആദ്യം സംസാരിച്ചത് ശരിക്കും പറഞ്ഞാൽ മുകേഷ് അംബാനിയാണ്. ആ മുകേഷ് അംബാനി കൂടുതലും ഗ്ലോബൽ എക്കണോമിയെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് വളരെ ഗ്രേറ്റ് അൺസർട്ടനിറ്റി കൂടെയാണ് നമ്മുടെ സിസ്റ്റം പോകുന്നത്. നമ്മൾ ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ആരെയും ജയിപ്പിക്കുന്നില്ല, ആരെയും വിജയിപ്പിക്കുന്നില്ല, ആരെയും തോൽപ്പിക്കുന്നില്ല. അത് ഗ്ലോബൽ എക്കണോമിക്ക് നല്ലതല്ല. ഗ്ലോബൽ എക്കണോമി എന്ന് പറയുന്നത്, അതായത് ഗ്ലോബൽ GDP എന്ന് പറയുന്നത് ഏതാണ്ട് $100 trillion ആണ്. ഏതാണ്ട് അടുത്ത 25 തൊട്ട് 30 കൊല്ലം വരെ $500 trillion മാറും എന്നുള്ള ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അത് മാത്രമല്ല അദ്ദേഹം ഈ കമ്പനിയെക്കുറിച്ചുള്ള വിഷനും ഗൈഡൻസും കൂടി പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ള. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ജിയോൻ്റെ IPO ഫസ്റ്റ് ഹാഫ് ഓഫ് 2026 ആണ്. അതിന് മുകേഷ് അംബാനി പറഞ്ഞ വെരി അട്രാക്റ്റീവ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റേഴ്സ്, എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു വാല്യൂ അൺലോക്കിംഗ് ആണ് അവിടെ വരുന്നതെന്നുള്ള പറഞ്ഞു വയ്ക്കുന്നു. അതുമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ശരിക്കും പറഞ്ഞാൽ റിലയൻസ് ഇറങ്ങുന്നു. ലോഞ്ച് ഓഫ് റിലയൻസ് ഇൻ്റലിജൻസ്, അതായത് $100 million ഇൻവെസ്റ്റ്മെൻറ്റ്സ്, $100 million AI ഇൻവെസ്റ്റ്മെൻറ്റ്സ് മെറ്റ എന്ന കമ്പനിയും കൂടെ ചേർന്നിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് മാത്രമല്ല നമ്മുടെ ഡേറ്റാ സെൻറ്ററിൻ്റെ കാര്യത്തിൽ ഈ ഗിഗാവാട്ട് സ്കെയിലിലെ ഡേറ്റാ സെൻറ്റർ ജാംനഗറിൽ ഓൾറെഡി വർക്ക് ബിഗിൻ ചെയ്തു എന്നുള്ള. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോട്ട് അവർ ഇറങ്ങി എന്നുള്ളതാണ്. അതുമാത്രമല്ല നമ്മുടെ ന്യൂ എനർജി എന്ന് പറയുന്ന കാറ്റഗറിയിൽ, ന്യൂ എനർജി നമ്മൾ പറഞ്ഞല്ലോ, ഹൈഡ്രജൻ, ഇലക്ട്രോലൈസസ്, അതിലേക്കൊക്കെ ബിഗ് ആയിട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ ആകാശ് അംബാനിയാണ് ശരിക്കും പറഞ്ഞാൽ ജിയോ ഫ്രെയിം എന്ന് പറയുന്ന ഒരു പുതിയൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് ആയിട്ടുള്ള ഒരു അസിസ്റ്റൻറ്റ്. അതായത് നമ്മളിപ്പോൾ സിറി എന്നൊക്കെ പറയില്ലേ, അതായത് അങ്ങനെ പറയുന്ന പോലെ ജിയോന് ഒരു അസിസ്റ്റന്റ് വരുന്നു, മൾട്ടി ലിംഗ്വൽ സപ്പോർട്ടുള്ള, നമ്മൾ പറയുന്ന ഏത് ഭാഷയും മനസ്സിലാക്കി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമുക്കൊരു അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ജിയോ ഫ്രെയിം എന്ന് പറയുന്ന ഒരു സാധനം ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ജിയോ ഫ്രെയിംസ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ AI പവർഡ് വെയറബിൾ പ്ലാറ്റ്ഫോം ആൻഡ് എക്കോസിസ്റ്റം. അതായത് ജിയോ ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയറബിൾസ് അല്ലേ, ദേഹത്തു നിന്ന് നമുക്ക് ഡേറ്റ എടുക്കുന്നത്, ഇപ്പോൾ വാച്ചസ് പോലെയുള്ള കാര്യങ്ങൾ, ആ ഒരു വെയറബിൾ
ആൻഡ് ആ ഒരു എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത് ജിയോ ഫ്രെയിംസിൽ കൂടെയാണെന്നും പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ മൾട്ടി ലിംഗൽ സപ്പോർട്ടുള്ള AI വോയിസ് അസിസ്റ്റൻറ്റിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യം കൂടെ പറഞ്ഞു എന്നുള്ള. അതുമാത്രമല്ല ജിയോ PC എന്ന് പറയുന്ന പുതിയ പ്രോഡക്റ്റും, അതായത് ഒരു സ്മാർട്ട് കമ്പ്യൂട്ടർ സിസ്റ്റം ടു ട്രാൻസ്ഫോം TVs ആൻഡ് ലാപ്ടോപ്സ് വിത്ത് ന്യൂ സോഫ്റ്റ്വെയർ, അതും കൂടി അവർ ഡെവലപ്പ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പിന്നെ റിയ എന്ന് പറഞ്ഞൊരു പുതിയ അസിസ്റ്റൻറ്റ്, അതായത് റിയ എന്ന് പറയുന്നത് വോയിസ് ഇനേബിൾഡ് സെർച്ച് എഞ്ചിൻ ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ജിയോ ഹോട്ട്സ്റ്റാറിൽ കണ്ടന്റ് സെർച്ച് ചെയ്യാനായിട്ട് റിയ എന്ന് പറയുന്ന ഒരു അസിസ്റ്റൻറ്റിനെ അവർ ഡെവലപ്പ് ചെയ്യുന്നു. ഈഷ അംബാനിയാണ് റീറ്റെയിലിൻ്റെ കാര്യങ്ങൾ കൂടുതൽ സംസാരിച്ചതെന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ അവരിപ്പോൾ പറയുന്നത് 19,340 സ്റ്റോഴ്സ് ഉണ്ടായി എന്നുള്ളതാണ്. അതായത് 77 മില്യൺ സ്ക്വയർ ഫീറ്റ് അതായത് 7000 ടൗണിൽ 77 മില്യൺ സ്ക്വയർ ഫീറ്റിലേക്ക് അവർ വളർന്നിരിക്കുന്നു എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം കൂടെ, അതായത് ഈ ക്യാമ്പക്കോള എന്ന് പറഞ്ഞു പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ 80s ഒരു ക്യാമ്പക്കോള എന്നൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ FMCG ഇൻഡസ്ട്രിയിൽ നിന്ന് ആ ബ്രാൻഡ് അങ്ങ് മാഞ്ഞു പോയി എന്നുള്ള. പിന്നെ നമ്മൾ കാണുമ്പോഴത്തേക്കും പിന്നെ വന്നത് പെപ്സി, കൊക്കക്കോള, അങ്ങനെ ഒരുപാട് കോള ബ്രാൻഡ് വന്നപ്പോൾ ഒരു ഡൊമസ്റ്റിക് ദേശീയ ബ്രാൻഡ് എന്ന രീതിയിൽ കുറച്ച് നാൾ മുമ്പേ റിലയൻസ് ഈ ക്യാമ്പക്കോളയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ക്യാമ്പക്കോള കൊണ്ടുവന്നിട്ട് അവരിപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് ഷെയർ പിടിച്ചു എന്നുള്ള, ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആയി എന്നുള്ള ഒരു ഡിസ്ക്ലോഷറും കൂടെ കമ്പനിയിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അവരൊരു ഇന്ത്യയുടെ ലാർജസ്റ്റ് FMCG കമ്പനിയായിട്ട് റിലയൻസ് റീറ്റെയിലിനെ മാറ്റും വിത്ത് എ ഗ്ലോബൽ പ്രസൻസ് എന്നുള്ളത് ഈഷ അംബാനി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. അതായത് അടുത്ത 5 കൊല്ലം കൊണ്ട് 1 lakh crore റവന്യൂ തന്നെ റീറ്റെയിലിൽ നിന്ന് ഉണ്ടാക്കും എന്ന് പറയുന്നു. പിന്നെ ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ ബ്രീഫിംഗ് തന്നത് ആനന്ദ് അംബാനിയാണ്. ഏതാണ്ട് 75,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ന്യൂ പ്രോജക്ട്സും ആനന്ദ് അംബാനി അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓയിൽ ടു കെമിക്കൽ ബിസിനസ് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള റിഫൈനിങ് അങ്ങനത്തെ കാര്യങ്ങൾ, ജാംനഗർ ഫാക്ടറി, പിന്നെ അതുപോലെ പെട്രോൾ കെമിക്കൽസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ട്രഡീഷണൽ ബിസിനസ്സിനെ കുറിച്ചാണ് പറഞ്ഞേക്കണമെന്നുള്ളത്. അതായത് പിന്നെ ന്യൂ എനർജിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ന്യൂ എനർജിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്ലാൻസ് ആണ്. അതായത് ഹൈഡ്രജൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്, ഇലക്ട്രോലൈസേഴ്സ് ഒക്കെ വേണം. അപ്പോൾ ഇലക്ട്രോലൈസേഴ്സിൻ്റെ ഒരു ഗിഗാ ഫാക്ടറി 2026 അവസാനമോടുകൂടി തന്നെ ഇവർ പുറത്തിറക്കും. അതായത് ഇവർ അൺവെയിൽ ചെയ്യും എന്നാണ് ഇവർ പറഞ്ഞേക്കണേ. അതായത് വിത്ത് ആൻ എബിലിറ്റി ടു സ്കെയിലിംഗ് അപ് ടു 3 gigawatts പെർ ഇയറിലേക്ക് സ്കെയിൽ അപ്പ് ചെയ്യാൻ മാത്രം പവറുള്ള ഒരു ഇലക്ട്രോലൈസറിൻ്റെ ഒരു ഗിഗാ ഫാക്ടറി അവർ ഉണ്ടാക്കും എന്നുള്ളതാണ്. പിന്നെ വേൾഡ് ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പ്രോജക്റ്റ് അവർ ചെയ്യുകയാണ് കച്ച്, ഗുജറാത്തിൽ. അതായത് 5,50,000 ഏക്കർ. ഈ 5,50,000 ഏക്കർ എന്ന് പറയുന്ന റിലവൻസ് എന്നറിയും. 5,50,000 ഏക്കറിൽ അവർ സോളാർ പ്രോജക്റ്റ് അവർ ചെയ്യുകയാണ്. അതായത് 5,50,000 ഏക്കർ എന്ന് പറയുന്നത് സിംഗപ്പൂരിൻ്റെ 3 ടൈംസ് ആണ്. അതിലെ വേൾഡിലെ ലാർജസ്റ്റ് സോളാർ ഫാക്ടറി. അപ്പോൾ ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ റിലയൻസിൻ്റെ AGM വന്നിട്ടുണ്ടെന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വെക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ റിലയൻസ് തിരിയണം, മാർക്കറ്റിന് നിഫ്റ്റി ഇവിടുന്ന് തിരിയണം എന്നുണ്ടെങ്കിൽ, അതായത് റിലയൻസ് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി അതർ സെക്ടേഴ്സും വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു അണ്ടർ വാല്യൂഡ് ടെറിട്ടറിയിലാണ് കിടക്കുന്നതെന്നുള്ള. ആകെപ്പാട് ഈ കൊല്ലം എനിക്ക് തോന്നുന്നു 14-15% റിട്ടേൺ മാത്രമേ റിലയൻസ് തന്നിട്ടുള്ളൂ. മേ ബി ഈ 3% കഴിഞ്ഞ വീക്കിൽ ഒരു ഇറോഷൻ മാർക്കറ്റ് ക്യാപ്പിൽ വന്നത് കാരണം എനിക്ക് തോന്നുന്നു 12%, 13% അങ്ങോട്ട് റിട്ടേൺ ഈ കൊല്ലം റിലയൻസ് തന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ റിലയൻസിൻ്റെ ഈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയും ഏത് വാല്യൂഷനാണ് ട്രേഡ് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വളരെ ചീപ്പാണ് എന്നുള്ളത്. അപ്പോൾ റിലയൻസ് ഇവിടുന്ന് തിരിയുക എന്നുള്ളത് മാർക്കറ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എലിഫൻസ് നീഡ് ടു ഡാൻസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലിപ്പം നമ്മളിപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ബിസിനസ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച AGM കൂടെ പറയുമ്പോൾ 2 കൊല്ലം, അതായത് 2027 മുതൽ ഇബിറ്റ ഡബിൾ ആവും എന്ന് പറയുകയും 24% കൂടുതൽ ഗ്രോത്ത് തരുകയും എന്നും കൂടെ പറയുമ്പോൾ 24 PE ട്രേഡ് ചെയ്യുന്ന റിലയൻസിനെ നമ്മളിപ്പോൾ സ്പോട്ട് ലൈറ്റിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഇനി എന്ത് കൊണ്ടുവരും എന്നുള്ളതാണ്. ഏതായാലും ഈ മാർക്കറ്റിന്റെ വലിയൊരു ഇടവ് സെപ്റ്റംബർ മുതൽ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കണ്ട സമയത്തും ഇയർ ടു ടിൽ ഡേറ്റിൽ പല കമ്പനികളിലും ഒരു വലിയ നഷ്ടം നമ്മൾ കണ്ടു. ഓഹരികൾ ഹൈ ലെവലിൽ നിന്ന് ഒരുപാട് കൂപ്പ് കുത്തി. അപ്പോഴും ഇയർ ടു ടിൽ ഡേറ്റിൽ 11%-ലധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിട്ടേൺ ആണ് റിലയൻസ് ഇൻഡസ്ട്രീസ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് കുതിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലയൻസിന്റെ ഒരു ടേൺ അറൗണ്ട് അത്യാവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകർ ഏതായാലും ഓർത്തിരിക്കേണ്ടത്. സുരജ് സാർ, നമുക്ക് ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഏതായാലും ഇവിടെ സംസാരിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്നുള്ളത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ രാവിലെ കണ്ടിട്ടുള്ള ഒരു നേട്ടം ഇപ്പോൾ 100
100-ലധികം പോയിന്റുകളുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണുന്നുണ്ട്. 0.5% അടുത്ത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ തന്നെ നേട്ടം തുടരുകയാണ്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകളും ഒരുപാട് വാർത്തകളും ഒക്കെ തന്നെ സ്വാധീനിക്കുന്നു. അതിനനുസരിച്ചിട്ട് മാർക്കറ്റ് മുന്നോട്ട് പോവുകയാണ്. ഇനി കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് അടുത്ത മണിക്കൂറിൽ വീണ്ടും ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺ.